Dear children, accountancy ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ SCERT ടെക്സ്റ്റിലെ പേജ് നമ്പർ 18ലെ ഇല്ലസ്ട്രേഷൻ 4 ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കി എടുക്കാം. From the following receipt and payment account and additional information relating to excellent cricket club, prepare income and expenditure account for the year ended March 31st, 2015 and balance sheet as on that date. എക്സലന്റ് ക്രിക്കറ്റ് ക്ലബിന്റെ 2015 മാർച്ച് 31 വർഷാവസാനത്തിലുള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും അതോടനുബന്ധിച്ച് ചില അഡീഷണൽ ഇൻഫോർമേഷൻസും തന്നിട്ടുണ്ട്. അതിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മളിത് തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം തന്നിരിക്കുന്ന റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നല്ലതുപോലെ വായിച്ചു മനസ്സിലാക്കുക എന്നുള്ളതാണ്. തന്നിരിക്കുന്ന റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റവന്യൂ നേച്ചറിലുള്ളതും ക്യാപിറ്റൽ നേച്ചറിലുള്ളതുമായിട്ടുള്ള ഐറ്റംസ് കാണും. അതുപോലെ കറണ്ട് ഇയറിലെയും പ്രീവിയസ് ഇയറിലെയും അതുപോലെ നെക്സ്റ്റ് ഇയറിലെയും ഒക്കെ ഇൻകംസും എക്സ്പെൻസസും ഒക്കെ ഇതിൽ വരാം. നമുക്കറിയാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ നേച്ചറുള്ള ഐറ്റംസ് മാത്രമേ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. അതുപോലെ കറണ്ട് ഇയറിലെ ഇൻകംസും എക്സ്പെൻസസുമാണ് അതിനകത്ത് രേഖപ്പെടുത്തേണ്ടതെന്നും. അപ്പോൾ അതുകൊണ്ട് ഓരോ ഐറ്റവും വായിച്ച് അത് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ തെറ്റുകൂടാതെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാൻ പറ്റുകയുള്ളൂ. ഓരോരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് റെസിപ്റ്റ് സൈഡ് നോക്കാം. അതിനു മുൻപ് ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ ഒന്ന് നോട്ട് ചെയ്യുക. ഇത് എൻഡ് ചെയ്യുന്നത് 2015 മാർച്ച് 31 അപ്പോൾ അതിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത് 1st April 2014 ആണ്. അപ്പോൾ ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ 1st April 2014 to 31st March 2015 ആണ്. അപ്പോൾ ഈ ഒരു കാലയളവിൽ വരുന്ന ഇൻകംസും എക്സ്പെൻസസും മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാവുള്ളൂ. ക്ലിയർ? റെസിപ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഐറ്റം ബാലൻസ് ബ്രോട്ട് ഡൗൺ ആണ്. അതായത് ക്യാഷ് ഇൻ ഹാൻഡ് 1st April 2014 അതായത് ഈ ഓപ്പണിംഗ് ഡേറ്റിൽ ഈ ക്ലബിൻ്റെ കയ്യിൽ മിച്ചമിരിക്കുന്ന ക്യാഷാണ് ഈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. അതായത് ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. നമുക്കറിയാം ഇതെന്ന് പറയുന്നത് ഇൻകം അല്ല, അസറ്റ് ആണ് അല്ലേ? ഇത് അസറ്റ് ആണ്. അതും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലാണ് ഈ അസറ്റ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അതായത് ഇത് ഓപ്പണിംഗ് ഡേറ്റിലെ ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ഇതെന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലെ അസറ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതേണ്ട ഐറ്റം അല്ല. നെക്സ്റ്റ് മെമ്പേഴ്സ് സബ്സ്ക്രിപ്ഷൻ 2,50,000 ക്ലബിൻ്റെ മെമ്പേഴ്സിൽ നിന്നും വരിസംഖ്യ ഇനത്തിൽ മൊത്തം 2,50,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിൽ മൊത്തം 2,50,000 രൂപ വരിസംഖ്യ ഇനത്തിൽ കിട്ടിയിട്ടുണ്ട്. മെമ്പേഴ്സ് നമുക്കറിയാം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റവന്യൂ റെസിപ്റ്റ് ആണ്. അതെന്ന് പറയുന്നത് ഇൻകം ആയിട്ട് നമ്മൾ കാണിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന എമൗണ്ടിൽ പ്രീവിയസ് ഇയറിലെ ഉണ്ടോ, അതുപോലെ തന്നെ സക്സീഡിങ് ഇയറിലെ വരുന്ന വർഷത്തെ ഉണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം എമൗണ്ട് എഴുതാനായിട്ട്. അതിൻ്റെ കാൽക്കുലേഷൻ വഴിയേ പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും ഇത് റവന്യൂ റെസിപ്റ്റ് ആണെന്നും അറിയാം, അത് ഇൻകം സൈഡിൽ റെക്കോർഡ് ചെയ്യേണ്ടതാണെന്നും അറിയാം. നെക്സ്റ്റ് മെമ്പേഴ്സ് അഡ്മിഷൻ ഫീ. അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത് റവന്യൂ റെസിപ്റ്റ് ആണ്. അപ്പോൾ അതും എന്ത് ചെയ്യേണ്ടതാണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതേണ്ടതാണ്. ഇവിടെ പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻ ഒന്നും ഇല്ലാത്തത് കാരണം നമ്മളിത് റവന്യൂ റെസിപ്റ്റ് ആയിട്ട് എഴുതുന്നു. ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അഡ്മിഷൻ ഫീസിൻ്റെ ഇത്ര ശതമാനം ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ നിശ്ചിത ശതമാനം കുറച്ച ശേഷം മാത്രമുള്ള എമൗണ്ട് വേണം റവന്യൂ റെസിപ്റ്റ് ആയിട്ട് കാണിക്കാൻ. അത് ഓരോ ക്ലബ്ബുകളുടെ അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷൻ്റെയും തീരുമാനമനുസരിച്ചിരിക്കും. എൻട്രൻസ് ഫീസ് ക്യാപിറ്റലൈസ് ചെയ്യണോ അതെയോ റവന്യൂ നേച്ചറലായിട്ട് ട്രീറ്റ് ചെയ്യണോ എന്നുള്ളത്. ഇവിടെ എന്തായാലും പ്രത്യേകിച്ച് ഒരു ഇൻസ്ട്രക്ഷനും പറയുന്നില്ല. അതുകൊണ്ട് നമ്മളിത് റവന്യൂ റെസിപ്റ്റ് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. നെക്സ്റ്റ് സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ് 2,500. പഴയ സ്പോർട്സ് മെറ്റീരിയൽസ് ഒക്കെ വിറ്റ് ഒരു 2,500 രൂപ കിട്ടി. നമുക്കറിയാം റവന്യൂ റെസിപ്റ്റ് ആണ്. അത് ഇൻകം സൈഡിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നെക്സ്റ്റ് ഹയർ ഓഫ് ഗ്രൗണ്ട്. നമുക്ക് ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, പ്ലേ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട് വാടകയ്ക്ക് കൊടുത്ത് വാടക ഇനത്തിൽ 28,000 രൂപ കിട്ടി.
അതെന്ന് പറയുന്നതും റവന്യൂ റെസിപ്റ്റ് ആണ്. അതും ഇൻകം സൈഡിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നെക്സ്റ്റ് സബ്സ്ക്രിപ്ഷൻ ഫോർ ടൂർണമെന്റ് 60,000. നോക്കിക്കേ, ഇവിടെ എന്തിനു വേണ്ടി കിട്ടിയിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ ആണ്? ടൂർണമെന്റ് നടത്തുന്നതിന് വേണ്ടി കിട്ടിയിരിക്കുന്നതാണ് അല്ലേ. അതായത് ഇത് ഒരു സ്പെഷ്യൽ പർപ്പസ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഈ കിട്ടിയ എമൗണ്ട് 60,000 രൂപ എന്തിനു വേണ്ടിയിട്ട് വിനിയോഗിക്കണം? ടൂർണമെന്റിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാനാണ്. അപ്പോൾ അതവിടെ ഒരു പ്രത്യേക ലക്ഷ്യം എടുത്തു പറഞ്ഞിട്ടുള്ളത് കാരണം ഈ കിട്ടിയിരിക്കുന്ന ക്യാഷ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അത് റിക്കറിംഗ് നേച്ചറിലുള്ളതല്ല, അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതണ്ട അല്ലേ. ക്യാപിറ്റൽ റെസിപ്റ്റുകളൊന്നും നമ്മൾ അതിനകത്ത് എഴുതാറില്ല. ഓൺലി റവന്യൂ റെസിപ്റ്റ് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാവുള്ളൂ. അപ്പോൾ ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതരുത്. പിന്നെ ഇത് പോകേണ്ടത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് ഈ സബ്സ്ക്രിപ്ഷൻ ഫോർ ടൂർണമെന്റ് എഴുതേണ്ടത്. നെക്സ്റ്റ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആജീവനാന്ത അംഗത്തെ ഫീസാണ് അല്ലേ. ഇതെന്ന് പറയുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഇതും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാൻ പാടില്ല. ഇത് എഴുതേണ്ടതും ബാലൻസ് ഷീറ്റിലാണ്. നെക്സ്റ്റ് ഡൊണേഷൻ ഫോർ ടൂർണമെന്റ്. ടൂർണമെന്റ് നടത്തുന്നതിന് വേണ്ടി കിട്ടിയിരിക്കുന്ന ഡൊണേഷൻ. നോക്കിക്കേ, ഇത് എന്ത് ഡൊണേഷൻ ആണ്? ഡൊണേഷൻ ഫോർ സ്പെസിഫിക് പർപ്പസ് ആണ് അല്ലേ. ഈ സംഭാവന എന്തിനു വേണ്ടിയിട്ടേ വിനിയോഗിക്കാവുള്ളൂ? ടൂർണമെന്റ് നടത്താനാണ് വിനിയോഗിക്കാവുള്ളൂ. ജനറൽ പർപ്പസ് അല്ല, പൊതുവായ കാര്യങ്ങൾക്ക് എടുക്കാൻ പാടില്ല. അപ്പൊ ഇതും എന്ത് റെസിപ്റ്റ് ആണ്? ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അപ്പൊ ഇതും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാൻ പാടില്ല. ഇത് എഴുതേണ്ടത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ്. ക്ലിയർ? അപ്പൊ ഇത്രയും റെസിപ്റ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് പേയ്മെന്റ് സൈഡ് നോക്കാം. പേയ്മെന്റ് സൈഡിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 16,000 ഉണ്ട്. ഇതെന്താണ്? അതായത് ഈ 1 April 2014 ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ് ഉണ്ടോ. അപ്പം ബാങ്കിൽ ഡെപ്പോസിറ്റ് ബാലൻസ് അല്ല, നേരെ മറിച്ച് ബാങ്കിലെ അക്കൗണ്ടിൽ ഉള്ളതിൽ കൂടുതൽ നമ്മൾ പിൻവലിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പം അതെന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റി ആണല്ലേ. അപ്പം ഇത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ഇതെന്ന് പറയുന്നത് ഓപ്പണിങ്ങിലെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് കാണിക്കേണ്ടതാണ്. ഓപ്പണിംഗ് ഡേറ്റിൽ കിടക്കുന്നതല്ലേ. അതുകൊണ്ട് ഇത് എവിടെ കാണിക്കേണ്ടതാണ്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടതാണ്. നെക്സ്റ്റ് അപ്കീപ്പ് ഓഫ് ഫീൽഡ് ആൻഡ് പവിലിയൻ. പവിലിയനും ഫീൽഡും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1,15,000 രൂപ മുടക്കിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്? റവന്യൂ പേയ്മെൻ്റ് ആണ് അല്ലേ. അത് നമ്മൾ എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കേണ്ടതാണ്. നമ്മുടെ പവിലിയൻ കീപ്പ് ചെയ്ത് കൊണ്ട് നടക്കേണ്ടതെന്ന് പറയുന്നത് അത് നമ്മൾ നമ്മുടെ ഒരു എക്സ്പെൻഡിച്ചർ വരുന്ന എക്സ്പെൻഡിച്ചറായിട്ടുള്ള ഒരു ഐറ്റമാണ്. റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ടുള്ള ഒരു ഐറ്റമാണ്. നെക്സ്റ്റ് ടൂർണമെൻറ്റ് എക്സ്പെൻസ്. കണ്ടോ, ടൂർണമെൻറ്റിന് വേണ്ടി മുടക്കിയിട്ടുള്ള എക്സ്പെൻസ് ആണ് ടൂർണമെൻറ്റ്. അപ്പോൾ ഇവിടെ പ്രത്യേകം പറയുകയാണ്, നമ്മൾ ആ ടൂർണമെൻറ്റിന് വേണ്ടിയിട്ട് മാത്രം മുടക്കിയ എക്സ്പെൻസ് ആണ്. അതെന്ന് പറയുന്നത് ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്. അത് റവന്യൂ നേച്ചറിലുള്ളതല്ല, ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്. അത് ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതരുത്. അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ വരേണ്ട ഐറ്റമാണ്. നെക്സ്റ്റ് റേറ്റ് ആൻഡ് ഇൻഷുറൻസ്. അതെന്ന് പറയുന്നത് റവന്യൂ പേയ്മെൻ്റ് ആണ്. അത് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതേണ്ടതാണ്. അതുപോലെ ടെലിഫോണ് റവന്യൂ പേയ്മെൻ്റ് ആണ്, എക്സ്പെൻഡിച്ചർ ആയിട്ട് എഴുതേണ്ടതാണ്. പോസ്റ്റേജ് ആൻഡ് കൊറിയർ ചാർജ് അതും റവന്യൂ പേയ്മെൻ്റ് ആണ്, എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കേണ്ടതാണ്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. ഇവിടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ ഈ കൊല്ലം പർച്ചേസ് ചെയ്തത് 26,000 അത് തന്നിട്ടുണ്ട്. അതും റവന്യൂ നേച്ചറിലുള്ളതാണ്, എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കേണ്ടതാണ്. പക്ഷേ ഇതിനകത്ത് ചില അഡീഷണൽ ഇൻഫോർമേഷൻസ് ഉണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. മിസലേനിയസ് എക്സ്പെൻസ് അതെന്ന് പറയുന്നതും റവന്യൂ പേയ്മെൻ്റ് ആണ്, അതും എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കേണ്ടതാണ്. നെക്സ്റ്റ് സെക്രട്ടറീസ് ഹോണറേറിയം അതെന്ന് പറയുന്നതും റവന്യൂ പേയ്മെൻ്റ് ആണ്, എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കേണ്ടതാണ്. ഗ്രാസ് സീഡ്സ് ഈ ഗ്രൗണ്ടിലൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പുൽവിത്തുകൾ വാങ്ങിച്ചിട്ടുണ്ട്, അങ്ങനെ 2,600 രൂപ മുടക്കിയിട്ടുണ്ട്. അതെന്ന് പറയുന്നതും റവന്യൂ പേയ്മെൻ്റ് ആണ്, എക്സ്പെൻഡിച്ചർ സൈഡിലാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് 6 lakh 6 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, 6 ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ട്. അതെന്ന് പറയുന്നത്
റവന്യൂ നേച്ചർ അല്ലല്ലോ. അതെന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ പേയ്മെന്റ് ആണ് അല്ലേ. അതെന്ന് പറഞ്ഞാൽ അത്രയും രൂപ എവിടെയോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതരുത്. അത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എഴുതേണ്ടുന്ന ഐറ്റമാണ്. നെക്സ്റ്റ്, പർച്ചേസ് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ് 68,000 68,000 രൂപയുടെ സ്പോർട്സ് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നതും റവന്യൂ പേയ്മെന്റ് ആണ്. ഇതിനോടനുബന്ധിച്ചും ചില അഡീഷണൽ ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. അതും ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇതും റവന്യൂ പേയ്മെന്റ്സ് ആണ്. അപ്പോഴത് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതേണ്ട ഐറ്റം ആണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ബാലൻസ് ഷീറ്റ്, ക്ലോസിംഗ് ബാലൻസ്. ഇപ്പം ഇത്രയും റെസിപ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പേയ്മെന്റ്സ് എല്ലാം നൽകിയ ശേഷം ബാക്കിയുള്ള ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് കയ്യിൽ മിച്ചമുള്ള ക്യാഷ് ആണ് അല്ലേ. അതെന്ന് പറയുന്നത് 74,000 രൂപ ബാക്കിയുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ അസറ്റാണ്, ഈ ക്ലബിന്റെ അസറ്റാണ് അല്ലേ. അതെന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ആണ്. ഇത് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വേണം കാണിക്കാൻ മിച്ചമുള്ള ക്യാഷ്. ലയബിലിറ്റി ആണെങ്കിൽ അത് ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഇതെന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടുന്ന എമൗണ്ട് ആണ്. ഇനി നെക്സ്റ്റ്, അസറ്റ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ വെയർ പ്ലേ ഗ്രൗണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ്, സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ. അഡീഷണൽ ഇൻഫോർമേഷനകത്ത് ഓപ്പണിംഗ് ഡേറ്റിലെ അസറ്റ്സിന്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം ഈ ചോദ്യത്തിനകത്ത് നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടില്ല. നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കേണ്ടി വരും. ക്യാപിറ്റൽ ഫണ്ട് അറിയണമല്ലോ, എന്നാലാണല്ലോ നമുക്ക് ബാലൻസ് ഷീറ്റിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. വളരെ സിമ്പിളാണ്. നമുക്ക് ഓപ്പണിങ്ങിലെ അസറ്റ്സ് എല്ലാം തന്നിട്ടുണ്ട്, ലയബിലിറ്റീസ് നമുക്ക് ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിക്കൊണ്ട് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇത് തന്നിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയും അസറ്റ് നമുക്കറിയാം. പ്ലേ ഗ്രൗണ്ട് അസറ്റാണ്, ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ്, സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ കണ്ടോ. ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുമ്പോൾ 1 April 2014 ആണ്. ആ ഡേറ്റിൽ ഇത്രയും സ്പോർട്സ് മെറ്റീരിയൽസിന്റെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. എത്ര? 85,000 രൂപയുടെ സ്പോർട്സ് മെറ്റീരിയൽസിന്റെ സ്റ്റോക്ക് ഈ ഓപ്പണിംഗ് ഡേറ്റിൽ ഇരിപ്പുണ്ട്. ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ ആദ്യം ഇരിപ്പുണ്ടായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഇവിടെ സ്പോർട്സ് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ട് 68,000. അത് മനസ്സിലാക്കിക്കോ കേട്ടോ. അതുപോലെ സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ ഓപ്പണിംഗ് ഡേറ്റിൽ 1/4/2014 ഇനിയും ഒരു 28,000 രൂപ സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ടായിരുന്നു. കിട്ടിയിട്ടില്ല. സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ ആണ്. ഈ ഓപ്പണിംഗ് ഡേറ്റിൽ ഇനിയും കിട്ടാനുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഇനിയും കിട്ടാത്തത് 28,000 കിടപ്പുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അതും അസറ്റ് ആണെന്നറിയാം. അതിൻ്റേതും സ്റ്റോക്ക് 11,000 രൂപയുടെ ഇരിപ്പുണ്ട്. ഓപ്പണിംഗ് ഡേറ്റിൽ 11,000 രൂപയുടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റവും ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് അതിനകത്ത് തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, ഡൊണേഷൻസ് ആൻഡ് സർപ്ലസ് ഓൺ അക്കൗണ്ട് ഓഫ് ടൂർണമെന്റ് ആർ ടു ബി കെപ്റ്റ് ഇൻ റിസർവ് ഫോർ എ പെർമനന്റ് പവലിയൻ. ഡൊണേഷനും സർപ്ലസും, അതായത് ടൂർണമെന്റിന് വേണ്ടി കിട്ടിയ സർപ്ലസും ഈ ഡൊണേഷനും എന്ത് ചെയ്യണം? അതെന്ന് പറയുന്നത് ഒരു പെർമനന്റ് പവലിയൻ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസർവ് ആയിട്ട് കരുതി വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഡൊണേഷനും സർപ്ലസ് ഓൺ അക്കൗണ്ട് ഓഫ് ടൂർണമെന്റും. അപ്പം തന്നെ നമുക്കറിയാം ഇത് പ്രത്യേക പർപ്പസിന് വേണ്ടി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത് എന്ത് ചെയ്യണം? അത് ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണ്. അതൊരു കാരണവശാലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതരുത്. നെക്സ്റ്റ്, സബ്സ്ക്രിപ്ഷൻ ഡ്യൂ ഓൺ March 31, 2015 വേർ ₹42,000. ഇതിൻ്റെ അർത്ഥം എന്താ? 2015 March 31 സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ഇനിയും 42,000 രൂപ കിട്ടാനുണ്ട്. 2015 March 31, 2015 എന്ന് പറയുമ്പോൾ നോക്കിക്കേ, എന്നാ നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. ആ ക്ലോസിംഗ് ഡേറ്റിൽ ഇനിയും സബ്സ്ക്രിപ്ഷൻ വരിസംഖ്യ ഇനത്തിൽ 42,000 രൂപ കിട്ടാനുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. റൈറ്റ് ഓഫ് 50% ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ് ആൻഡ് 30% ഓഫ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്കുള്ള സ്പോർട്സ് മെറ്റീരിയൽസിന്റെ 50%
അതുപോലെ തന്നെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റത്തിൻ്റെ സ്റ്റോക്ക് ഉണ്ട്, അതിൻ്റെ 30% റൈറ്റ് ഓഫ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കിവിടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ ചിലവായ തുകയല്ല തന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് നിലവിൽ എത്ര ഓപ്പണിങ്ങിലെ സ്റ്റോക്ക് ഉണ്ട്, അതിനുശേഷം എത്ര പർച്ചേസ് ചെയ്തു എന്നുള്ളത് പേയ്മെൻറ്റ് സൈഡിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഈ വർഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത്രയും സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ്, അതിൽ 50% സ്പോർട്സ് മെറ്റീരിയൽ റൈറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കിൽ നിന്നും അവൈലബിൾ ആയിട്ടുള്ള സ്പോർട്സ് മെറ്റീരിയൽസിൽ നിന്നും 50% ഈ വർഷം കൺസ്യൂം ചെയ്തതായിട്ട് ട്രീറ്റ് ചെയ്യാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ ടോട്ടൽ എന്തുമാത്രം പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ ഐറ്റംസ് അവൈലബിൾ ആണ്, അതിൻ്റെ 30% മാത്രം ഈ വർഷം ഉപയോഗിച്ചതായിട്ട് ട്രീറ്റ് ചെയ്യാൻ. അതാണ് ഈ 50%-ഉം 30%-ഉം റൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഐറ്റത്തിൻ്റെ ഇത്രയും മാത്രമേ നമ്മൾ ഈ വർഷം ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ബാക്കി ഈ സ്പോർട്സ് മെറ്റീരിയൽസിൻ്റെ 50% അവിടെ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ 30% ഈ വർഷം ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം ബാലൻസ് 70% ക്ലോസിംഗ് സ്റ്റോക്കായിട്ടും അവിടെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി. ഇനി നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുക, അതിലേക്ക് ഓരോ ഐറ്റംസ് എഴുതുക. നോക്കുക, എക്സ്പെൻഡിച്ചർ സൈഡിൽ അപ്കീപ്പ് ഓഫ് ഫീൽഡ് ആൻഡ് പവിലിയൻ 1,15,000, റേറ്റ് ആൻഡ് ഇൻഷുറൻസ് 10,000, ടെലിഫോൺ 3,500, പോസ്റ്റേജ് ആൻഡ് കൊറിയർ ചാർജ് 4,000, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. ഈ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി കൺസ്യൂം ഡ്യൂറിംഗ് 2014-15 ടു ബി ടേക്കൺ ടു ദി എക്സ്പെൻഡിച്ചർ സൈഡ് ഓഫ് ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് എഴുതി പറഞ്ഞു തരുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കാര്യങ്ങൾ എഴുതിയാൽ മതി. അതായത് ഇവിടെ നമുക്ക് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, അതായത് അതുപോലെ തന്നെ ആ വർഷം വാങ്ങിച്ചിരിക്കുന്ന തുകയൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ശരിക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ, അതായത് എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കേണ്ടത് ഈ വർഷം എത്രമാത്രം പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഉപയോഗിച്ചു എന്നതാണ്. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അതിനാവശ്യമായ ഇൻഫോർമേഷൻസ് എല്ലാം നമ്മുടെ ചോദ്യത്തിനകത്ത് കിടപ്പുണ്ട്. നോക്കിക്കേ, ഇവിടെ ഈ വർഷം ഈ ഫിനാൻഷ്യൽ ഇയറിൽ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിക്ക് വേണ്ടിയിട്ട് 26,000 രൂപ മുടക്കിയിട്ടുണ്ട്. അതായത് 26,000 രൂപയുടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് അതിൽ തുടങ്ങാം. അപ്പോൾ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി പർച്ചേസ് ഡ്യൂറിംഗ് ദ ഇയർ ആസ് പെർ റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് 26,000 അല്ലേ. റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രകാരം ഈ ഫിനാൻഷ്യൽ ഇയറിൽ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി വാങ്ങിച്ചിരിക്കുന്നത് 26,000 രൂപയ്ക്കാണ്. ഇനി ഇവിടെ നോക്കിക്കേ, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ അസറ്റ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ 1 April 2014 അസറ്റ്സിൻ്റെ കൂടെ ഇവിടെ നോക്കിക്കേ, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്നും പറഞ്ഞ് ഒരു 11,000 ഇവിടെ ഇരിപ്പുണ്ട്, കണ്ടോ. അതായത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് പിറ്റത്തെ വർഷം ആദ്യം വന്നിരിക്കുന്നതാണല്ലോ. അതായത് അപ്പം നിലവിൽ ഇത്രയും സ്റ്റോക്ക് ഇരിപ്പുണ്ട് അല്ലേ. 11,000 രൂപയുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് അവൈലബിൾ ഫോർ യൂസ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് അസറ്റ്സ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ. അപ്പോൾ ഈ 11,000 രൂപയുടെ സ്റ്റോക്ക് നമുക്ക് ഈ വർഷം ഉപയോഗിക്കാൻ അവൈലബിൾ ആണല്ലോ. അപ്പം ടോട്ടൽ എത്ര രൂപയുടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി നമുക്ക് അവൈലബിൾ ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എത്രയാണ്, അതെന്ത് ചെയ്താൽ മതി, ആ ഇരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്കും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. 26,000 രൂപയുടെ ഈ വർഷം നമ്മൾ വാങ്ങിച്ചു. അതുകൂടാതെ അതിന് മുൻപ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അതായത് കഴിഞ്ഞ വർഷത്തെ കുറച്ച് സ്റ്റോക്ക് മിച്ചം ഉണ്ടായിരുന്നു, അതാണല്ലോ ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് വന്നിരിക്കുന്നത്. 11,000 രൂപയുടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഓൾറെഡി തുടക്കത്തിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കൂടാതെ 26,000 രൂപയുടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി കൂടെ വാങ്ങിച്ചു. അങ്ങനെ മൊത്തം 37,000 രൂപയുടെ സ്റ്റേഷനറി നമുക്ക് അവൈലബിൾ ആണ് ഉപയോഗിക്കാൻ. അതാണ് ടോട്ടൽ സ്റ്റേഷനറി അവൈലബിൾ ഫോർ യൂസ് എന്നും പറഞ്ഞ് 37,000 കാണിച്ചിരിക്കുന്നത്. അപ്പം മൊത്തം 37,000 രൂപയുടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് നമുക്ക് ഉപയോഗിക്കാൻ അവൈലബിൾ ആണ്. ക്ലിയർ? ഇനി ഇതിൽ നിന്നും ഈ 2014-15
കൺസ്യൂം ചെയ്ത പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ എമൗണ്ട് കണ്ടുപിടിക്കണം. അതിനുള്ള ഹിൻ്റാണ് ഇതാ ഇവിടെ തന്നിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 30% ഓഫ് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറിയാണ് റൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള 37,000-ൻ്റെ 30% നമ്മൾ ഈ വർഷം ഉപയോഗിച്ചത്. അത്രയും മാത്രം റൈറ്റ് ഓഫ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തെന്നാ ചിന്തിക്കേണ്ടത്? 30% നമ്മൾ ഈ വർഷം ഉപയോഗിക്കുന്നു, അതാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ബാക്കി ഒരു 70% അവിടെ മിച്ചം ഇരിപ്പുണ്ടല്ലോ. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ ക്ലോസിംഗ് സ്റ്റോക്കാണ് അല്ലേ. അതെന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടതാണ്. മിച്ചം ഉപയോഗശേഷം അവിടെ മിച്ചം വരുന്ന ആ ബാലൻസ് ബാലൻസ് നമ്മൾ ഈ വർഷം കൺസ്യൂം ചെയ്ത എമൗണ്ട്, അതായത് ഇതിൻ്റെ 30% എക്സ്പെൻഡിച്ചറായിട്ടും കാണിക്കണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 37,000 ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എന്ന് പറയുന്നത്. അതിൽ നിന്ന് എമംഗ് ദിസ് 30% ഓഫ് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദ ഇയർ ആൻഡ് ദി ബാലൻസ് 70% റിമെയിൻഡ് ആസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഈ 37,000-ൽ 30% ഓഫ് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഈ വർഷം കൺസ്യൂം ചെയ്തതായിട്ട് നമ്മൾ എഴുതുകയാണ്. അതായത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 30% റൈറ്റ് ഓഫ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഉപയോഗിച്ചത് എത്ര ശതമാനമാണ്? 37,000-ൻ്റെ 30%. അങ്ങനെയാണെങ്കിൽ ബാലൻസ് 70% റിമെയിൻഡ് ആസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ബാക്കിയുള്ള 70% അവിടെ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് ഇരിപ്പില്ലേ? സോ വി ഹാവ് ടു ഡിഡക്ട് ദിസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഫ്രം ദി ടോട്ടൽ അവൈലബിൾ സ്റ്റോക്ക്. അപ്പം നമുക്ക് ഈ വർഷത്തെ ചിലവ് എത്രയാണെന്ന് കാണാനായിട്ട് ഈ മിച്ചമുള്ള ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ടിനെ ഈ ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്താൽ പോരെ. അതായത് 37,000 രൂപയാണ് ഉള്ളത്, അതിൽ 30% ഉപയോഗിച്ചു. അപ്പോൾ ഒന്നുകിൽ ഇതിൻ്റെ 30% അങ്ങോട്ട് എഴുതിയാൽ മതി, അല്ലെങ്കിൽ 70% ഡിഡക്റ്റ് ചെയ്ത് എഴുതണം. നമുക്ക് 70% ഡിഡക്റ്റ് ചെയ്ത് എഴുതുന്ന മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഈ ഇതെന്ന് പറയുന്നത് ഈ 70% ഇരിക്കുന്നതെന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് വരുന്നതാണ്. അത് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടതാണ്. അപ്പോൾ അത് നമ്മളിവിടെ കിടക്കുകയാണെങ്കിൽ നമുക്കത് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ ഈ എമൗണ്ട് എവിടെ പോകേണ്ടതാണ്? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ പോകേണ്ടതാണ് കേട്ടോ. അതായത് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറിയുടെ മിച്ചമിരിക്കുന്ന സ്റ്റോക്കാണിത്. അപ്പോൾ മിച്ചം ഇരിക്കുന്ന സ്റ്റോക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇത്രയും അവൈലബിൾ ആയിരുന്നു, അതിൽ 25,900 രൂപയുടെ സ്റ്റോക്ക് മിച്ചം ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയുടെ സ്റ്റോക്ക് ആയിരിക്കും ഈ ഫിനാൻഷ്യൽ ഇയറിൽ യൂസ് ചെയ്തേ? 11,100 രൂപയുടെ സ്റ്റോക്കാണ് നമ്മൾ 2014-15 ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സ്പെൻസ് ആയിട്ട് എത്രയേ കാണിക്കാവുള്ളൂ? 11,100 മാത്രമേ കാണിക്കാവുള്ളൂ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞു തരാം വിശദമായിട്ട്. ഇതാ നോക്കിയേ, ഇവിടെ സ്റ്റേഷനറി കൺസ്യൂംഡ് എന്നും പറഞ്ഞ് എത്രയാണ് എഴുതിയിരിക്കുന്നത്? 11,100. ഇപ്പം ഇതെങ്ങനെയാണ് വന്നതെന്നുള്ള ഇപ്പം മനസ്സിലായല്ലോ. നെക്സ്റ്റ് മിസ്ലേനിയസ് എക്സ്പെൻസ് നമുക്കറിയാം, എക്സ്പെൻഡിച്ചർ ആയിട്ട് എഴുതേണ്ടതാണ് 4,400. സെക്രട്ടറീസ് ഹോണറേറിയം 30,000. ഗ്രാസേഴ്സ് 2,600. നെക്സ്റ്റ് ഐറ്റം സ്പോർട്സ് മെറ്റീരിയൽസ് കൺസ്യൂംഡ്. ഇതും മുമ്പേ പറഞ്ഞ ഈ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി പോലത്തെ തന്നെയുള്ള ഒരു ഐറ്റമാണ്. ഇവിടെയും സ്പോർട്സ് മെറ്റീരിയൽസ് കൺസ്യൂം ചെയ്തത് എത്രയാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, പർച്ചേസ് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ്, ഇവിടെ 68,000 രൂപയുടെ സ്പോർട്സ് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ട് ഈ വർഷം. ഇവിടെയും സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ ഉണ്ട്. ഓപ്പണിംഗ് ഡേറ്റിൽ 85,000 രൂപയുടെ സ്പോർട്സ് മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. നമ്മോട് പറഞ്ഞിരിക്കുന്നു റൈറ്റ് ഓഫ് 50% ഓഫ് സ്പോർട്സ് മെറ്റീരിയലിൻ്റെ 50% റൈറ്റ് ഓഫ് ചെയ്യാനാണ്. അതായത് 50% സ്പോർട്സ് മെറ്റീരിയൽസിൻ്റെ ഈ വർഷം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ബാക്കി 50% അവിടെ മിച്ചം ഇരിപ്പുണ്ട്. അതായത് സ്പോർട്സ് മെറ്റീരിയൽസിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് ഉണ്ടെന്നാണല്ലോ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷനും കൂടി ഞാൻ കാണിച്ചു തരാം. Calculation of sports materials consumed during the year 2014-15 to be taken to the expenditure side of the income and expenditure account. സ്പോർട്സ് മെറ്റീരിയൽസ് എത്രമാത്രം ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും എത്രയാണ് നമ്മൾ എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കേണ്ടതെന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. സ്പോർട്സ് മെറ്റീരിയൽസ് പർച്ചേസ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ ആസ് പെർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രകാരം ഈ വർഷം സ്പോർട്സ് മെറ്റീരിയൽസ് എത്ര രൂപയുടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിക്കേ, 68,000 രൂപയുടെ പർച്ചേസാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് എഴുതിയിരിക്കുന്നു.
ഇനി അതിൻ്റെ കൂടെ നോക്കിക്കേ, ആ വർഷം ആദ്യം ഇവിടെ സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ് 85,000 രൂപയുടെ സ്റ്റോക്കോ ഓൾറെഡി ഇരിപ്പുണ്ട്. അപ്പോൾ അതും നമുക്ക് ഈ വർഷം ഉപയോഗിക്കാമല്ലോ. അതായത് ഈ വർഷം ആദ്യം നമ്മുടെ കയ്യിലുള്ള സ്പോർട്സ് മെറ്റീരിയലിൻ്റെ സ്റ്റോക്കാണ്. അതും നമുക്ക് ഈ ഫിനാൻഷ്യൽ ഇയറിൽ യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് അവൈലബിൾ ഫോർ യൂസ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് അസറ്റ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ. ഇവിടെ ബിഗിനിങ് ഓഫ് ദി ഇയറിലെ ലിസ്റ്റ് ഓഫ് അസറ്റിൽ നിന്നും ഈ സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് 85,000, അതും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. ഇപ്പം മൊത്തം എത്ര രൂപയുടെ സ്പോർട്സ് മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ? 1,53,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. ടോട്ടൽ സ്പോർട്സ് മെറ്റീരിയൽസ് അവൈലബിൾ ഫോർ യൂസ്, നമ്മുടെ ഉപയോഗത്തിനായിട്ട് മൊത്തം ലഭ്യമായിട്ടുള്ള സ്പോർട്സ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 1,53,000 രൂപയുടെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇത് മുഴുവനും നമ്മൾ ഈ വർഷം യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എത്ര മാത്രമാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ യൂസ് ചെയ്തിരിക്കുന്നത്? റൈറ്റ് ഓഫ് 50% ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ്. സ്പോർട്സ് മെറ്റീരിയൽസിൻ്റെ 50% മാത്രമാണ് നമ്മൾ ഈ വർഷം ഉപയോഗിച്ചത്, കൺസ്യൂം ചെയ്തത്. അതിൻ്റെ അർത്ഥം ബാക്കി 50% അവിടെ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട്, സ്പോർട്സ് മെറ്റീരിയലിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് ഇരിപ്പുണ്ടെന്നാണല്ലോ. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഡക്റ്റ് ചെയ്തെന്നാൽ ഈ ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നും മിച്ചമുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഡക്റ്റ് ചെയ്തെന്നാൽ ആ വർഷം എത്ര രൂപയുടെ മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിച്ചു എന്ന് നമുക്ക് കിട്ടൂല. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എമംഗ് ദിസ്, ഈ 1,53,000-ൽ 50% ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡ്യൂറിങ് ദ ഇയർ, ഇതിൻ്റെ 50% മാത്രമാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബാലൻസ് 50% റിമെയിൻഡ് ആസ് ക്ലോസിംഗ് സ്റ്റോക്ക്, ബാക്കിയുള്ള 50% ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് അവിടെ ഇരിപ്പുണ്ട്. സോ വി ഹാവ് ടു ഡിഡക്ട് ദിസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഫ്രം ദി ടോട്ടൽ അവൈലബിൾ സ്റ്റോക്ക്. അപ്പം നമ്മൾ ഈ വർഷത്തെ കൺസപ്ഷൻ എത്രയാണെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 50% ക്ലോസിംഗ് സ്റ്റോക്കാണ്. എന്ന് വെച്ചാൽ എത്ര? 1,53,000 ഇൻറ്റു 50/100. അപ്പോൾ 76,500 രൂപയുടെ സാധനം അവിടെ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ പകുതിയെ യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ വർഷം കൺസ്യൂം ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് എത്ര രൂപയുടെ സ്പോർട്സ് മെറ്റീരിയൽസ് ആണ്? 76,500 രൂപയുടെ. പകുതി ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ഇതുണ്ടോ? ഇത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഇത് എവിടെ കാണിക്കേണ്ടതാണ്? ഇത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. ഈ ബാക്കി 76,500 എന്ന് പറയുന്നതാണ് നമുക്ക് ചിലവായിട്ടുള്ളത്. അതെവിടെയും കാണിക്കണം? എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കുകയും വേണം. എക്സ്പെൻഡിച്ചറായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കണം ഈ 76,500. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടിരിക്കുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കേണ്ടതാണ്. ക്ലിയർ? ഇനി ഇൻകം സൈഡ് നോക്കാം. ഇൻകം സൈഡിൽ നമുക്കറിയാം സബ്സ്ക്രിപ്ഷൻ അല്ലേ? അപ്പം അതുപോലെ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യത്തിലും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ട്രീറ്റ്മെൻറ്റ് ഓഫ് സബ്സ്ക്രിപ്ഷൻ നമുക്കറിയാം. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1 April 2014 to 31 March 2015 ആണ്. ഇവിടെ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആസ് പെർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രകാരം നമുക്ക് ഈ ഇയറിൽ കിട്ടിയിട്ടുള്ള മൊത്തം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 2,50,000 രൂപയാണ്. കണ്ടോ? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് സൈഡിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്? 2,50,000 രൂപ കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആസ് പെർ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഈ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് എന്ന് പറയുമ്പോൾ കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ എത്രയാണോ വരിസംഖ്യയായിട്ട് വരുന്നത് അത് മാത്രമേ നമുക്ക് ഇൻകം ആയിട്ട് കാണിക്കാവുള്ളൂ. അപ്പം ഇവിടെ സബ്സ്ക്രിപ്ഷൻ ഡ്യൂ ഓൺ 31 March 2015 എന്ന് പറഞ്ഞൊരു 42,000 ഇവിടെ അഡീഷണൽ ഇൻഫോർമേഷൻ അത് തന്നിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിക്കേ. സബ്സ്ക്രിപ്ഷൻ ഡ്യൂ ഓൺ March 31, 2015 വെയർ ₹42,000. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മാർച്ച് 2015 അതെന്ന് പറയുന്നത് ഈ ഡേറ്റ് ആണ്, ഇയർ എൻഡ് ചെയ്യുന്ന ഡേറ്റ് ആണ് അല്ലേ? ആ ഡേറ്റിൽ ഇനിയും സബ്സ്ക്രിപ്ഷൻ ഡ്യൂ ആണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇനിയും കിട്ടാനുണ്ടെന്നല്ലേ? അതായത് ഇനിയും ഈ കറണ്ട് ഇയറിൽ ഇനിയും ഒരു 42,000 കൂടി സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് കിട്ടാനുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏത് ഇയർലി ആണ്? കറണ്ട് ഇയർലി ആണ്. മനസ്സിലായില്ലേ? അതായത് ഈ ക്ലോസിംഗ് ഡേറ്റിൽ ഇനിയും 42,000 രൂപ സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ അത് ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഉള്ളിൽ കിട്ടേണ്ടിയിരുന്നതാണ് അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതും കൂടി കിട്ടാനുള്ളതാണ് അല്ലേ?
അപ്പോഴത് ആ കിട്ടാനുള്ള എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യണം 42,000. അപ്പോൾ മൊത്തം 2,92,000 ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ടോട്ടൽ. ഇനി ഇതിൽ സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ ഓൺ 1st April 14 ഉണ്ട്. നോക്കിക്കേ, ഇവിടെ ഓപ്പണിങ്ങിലെ ലിസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഇവിടെ കണ്ടോ സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ എന്ന് പറഞ്ഞ്. അതായത് ഈ 1st April 2014, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ആദ്യം ഈ ഡേറ്റിൽ ഇനിയും സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ടായിരുന്നു 28,000 രൂപ. അതെന്ന് പറയുന്നത് ഏത് വർഷത്തെയാണ്? ഇതിൻ്റെ മുൻപുള്ള അല്ലേ, പ്രീവിയസ് ഇയറിലാണ് അല്ലേ. പ്രീവിയസ് ഇയറിലെ ഒരു 28,000 രൂപ സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ പ്രീവിയസ് ഇയറിൽ കിട്ടാനുള്ള എമൗണ്ട് നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം അല്ലേ. എന്നാലല്ലേ കറക്റ്റ് ആവുകയുള്ളൂ. നമുക്ക് ഈ വർഷത്തെ എമൗണ്ടാണ് കൃത്യം വേണ്ടത്. അപ്പോൾ ഈ 28,000 രൂപ 1st April 2014 അതായത് അതെന്ന് പറയുന്നത് എന്താണ്? ഇവിടെ അസറ്റായിട്ട് വന്നത് എന്തുകൊണ്ടാണ്? ഈ ഡേറ്റിൽ ഇനിയും കിട്ടാനുള്ള എമൗണ്ട് ആണ് അല്ലേ. അതുകൊണ്ടാണ് ഇത് അസറ്റായിട്ട് വന്നത്. അത് പ്രീവിയസ് ഇയറിൽ കിട്ടേണ്ടിയിരുന്നതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ 28,000 ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. അത് പ്രീവിയസ് ഇയറിലാണ്. അത് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന 2,64,000 ആണ് ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ ഫോർ ദ ഇയർ 2014-15 ആയിട്ട് കാണിക്കേണ്ടത്. അപ്പോൾ ആ എമൗണ്ട് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടുന്ന എമൗണ്ട്. ഇങ്ങനെയാണ് ഈ സബ്സ്ക്രിപ്ഷൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രകാരം 2,50,000 രൂപ നമുക്ക് കിട്ടി, സബ്സ്ക്രിപ്ഷൻ കിട്ടി. പക്ഷെ അത് മുഴുവനും ഈ വർഷത്തെ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അതിൽ നമുക്ക് ഇനിയും ഈ ക്ലോസിംഗ് ഡേറ്റിൽ ഇനിയും കിട്ടാനുണ്ടായിരുന്നു. ആ കിട്ടാനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതുപോലെ ഈ ഓപ്പണിംഗ് ഡേറ്റിൽ കിട്ടാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലെയാണ്. ആ പ്രീവിയസ് ഇയറിൽ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഡിഡക്റ്റ് ചെയ്യണം, ലെസ് ചെയ്യണം. എന്നിട്ട് കിട്ടുന്ന എമൗണ്ട് വേണം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാനായിട്ട്. അതെന്ന് പറയുന്നത് 2,64,000 രൂപയാണ്. ക്ലിയർ ഉണ്ടോ? അത് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം ഇൻകം ആയിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് 2,64,000 ആണ്. പിന്നെ മറ്റുള്ള ഇൻകം എന്ന് പറയുന്നത് ഒന്ന് അഡ്മിഷൻ ഫീ 15,000 തന്നിട്ടുണ്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ. അത് ഫുൾ എമൗണ്ട് എഴുതണം. സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ വിറ്റൊരു 2,500 രൂപ കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഇൻകമാണ്. പിന്നെ ഹയർ ഓഫ് ഗ്രൗണ്ട് 28,000 രൂപ ഗ്രൗണ്ട് വാടകയ്ക്ക് കൊടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഇൻകം ആണല്ലോ. അപ്പോൾ അതും എഴുതണം. ഇവിടെ റെൻ്റ് ഓഫ് ഹോൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് വെട്ടണം. ഹയർ ഓഫ് ഗ്രൗണ്ട് ആണ് 28,000. അപ്പോൾ എല്ലാ ഇൻകവും എഴുതി, എക്സ്പെൻഡിച്ചറും എഴുതി. ഇനി എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ക്രെഡിറ്റ് സൈഡ് 3,09,500 ഉണ്ട്. അത് തന്നെ ഇങ്ങോട്ടും എഴുതുന്നു. അതിൽ നിന്ന് ഇത്രയും എക്സ്പെൻസുകൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്കി കിട്ടുന്നതെന്ന് പറയുന്നത് 52,400 ആണ്. അതെന്ന് പറയുന്നത് ഈ ക്ലബിൻ്റെ സർപ്ലസ് ആണ് അല്ലേ. അതായത് ഇവിടെ ഇൻകം ആണ് കൂടുതലും എക്സ്പെൻഡിച്ചറിനേക്കാൾ. അപ്പോൾ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 52,400 ആണ്. ക്ലിയർ? ഇനി നമുക്ക് ഈ ക്ലബിൻ്റെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം. പക്ഷെ നമ്മൾ ഫൈനൽ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് നമുക്കിവിടെ ഒരു ഐറ്റം മിസ്സിംഗ് ആണ്. നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി ക്യാപിറ്റൽ ഫണ്ട് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം ഇവിടെ ഉണ്ട്. നോക്കിക്കേ, ഇവിടെ ഓപ്പണിങ്ങിലെ അസറ്റ്സ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. പ്ലേ ഗ്രൗണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ്, സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, സബ്സ്ക്രിപ്ഷൻ റിസീവബിൾസ്, ഇതെല്ലാം ഇത്രയും അസറ്റ്സ് ഉണ്ട്. പിന്നെ ഒരു ലയബിലിറ്റി ഉണ്ട്. ലയബിലിറ്റി എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഇത് റീഡ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. ഇതാ ഇവിടെ കിടക്കുന്നത് കണ്ടോ. ഓപ്പണിങ്ങിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 16,000 ഉണ്ട്. അതെന്ന് പറയുന്നത് എവിടെ കാണിക്കേണ്ടതാണ്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടതാണ്. അതുപോലെ ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് ഇവിടെ അസറ്റിലും തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിത് പ്രത്യേകിച്ച് പിന്നെ അത് എഴുതണ്ട. ആ ക്യാഷ് ഇൻ ഹാൻഡ് ആണ് കണ്ടോ അസറ്റായിട്ട് ഇവിടെ 18,000 അവിടെ തന്നിരിക്കുന്നത്. അപ്പം ലയബിലിറ്റി നിങ്ങൾ ഇവിടെ ഈ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വന്നതാണ് ഇവിടെയുള്ള ആകെയുള്ള ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇത്രയും അസറ്റും ഈ ഒരു ലയബിലിറ്റിയുമാണ്. അപ്പം ഇത് വെച്ചിട്ട് നമ്മളൊരു ഓപ്പണിങ്ങിലെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നു. ബാലൻസ് ഷീറ്റ് ഓഫ് എക്സലന്റ് ക്രിക്കറ്റ് ക്ലബ് ആസ് ഓൺ March 31, 2014. അപ്പം അസറ്റ്സ് എല്ലാം അസറ്റ് സൈഡിൽ എഴുതി. ലയബിലിറ്റി ഇവിടെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് മാത്രമേ ഉള്ളൂ, അത്
അങ്ങോട്ടേക്കും എഴുതി. ദെൻ ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ ചെയ്യുമ്പോൾ 6,42,000 ഇവിടെ കിട്ടുന്നത്. അത് തന്നെ ഇങ്ങോട്ട് എഴുതുന്നു. അതിൽ നിന്ന് ലയബിലിറ്റി എന്ന് പറയുന്നത് 16,000 രൂപ മാത്രമേ ഉള്ളൂ. അത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 6,26,000 ഈ സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത്. ഇതാണ് നമുക്കറിയാമല്ലോ തയ്യാറാക്കാൻ, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇനി ഫൈനൽ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക. ഫൈനൽ ബാലൻസ് ഷീറ്റ് ഓഫ് എക്സലന്റ് ക്രിക്കറ്റ് ക്ലബ് ആസ് ഓൺ March 31, 2015 ബാലൻസ് ഷീറ്റ്. ഇവിടെ നമുക്കറിയാം അസറ്റ്സും ലയബിലിറ്റീസും എല്ലാമാണ് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ അസറ്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഇത് ക്ലോസിംഗ് ഡേറ്റിലെ ബാലൻസ് ഷീറ്റാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇവിടെ എടുക്കേണ്ടുന്ന ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നതാണ്? കണ്ടോ, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ്. ഇത്രയും ക്യാഷ് ആ ഓർഗനൈസേഷന് മിച്ചമുണ്ടെന്നല്ലേ ഈ 74,000. അതെന്ന് പറയുന്നത് ക്ലോസിംഗ് ഡേറ്റിലെ അസറ്റാണ്, ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അപ്പോൾ ആ 74,000. പിന്നെയുള്ള മറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. നമുക്ക് ഈ വർഷം 42,000 രൂപ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ഇനിയും കിട്ടാനുണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ലായിരുന്നു. അതേ ഈ അഡീഷണൽ ഇൻഫോർമേഷനിൽ സബ്സ്ക്രിപ്ഷൻ ഡ്യൂ ഓൺ March 31, 2015 വേർ ₹42,000. അതെന്ന് പറഞ്ഞാൽ കിട്ടാനുള്ള ഇൻകം. അതെന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ്. പിന്നെ സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ 76,500. നമ്മളിവിടെ ചെയ്തപ്പം ഇവിടെ കണ്ടുപിടിച്ചില്ലായിരുന്നോ സ്പോർട്സ് മെറ്റീരിയൽസിന്റെ സ്റ്റോക്ക് എത്ര ഇവിടെ ഇരിപ്പുണ്ട്? സ്പോർട്സ് മെറ്റീരിയൽസ് 76,500 രൂപ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് ഇരിപ്പുണ്ട് അല്ലേ. അപ്പോൾ 50% നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ, ബാക്കി ഇവിടെ 76,500 ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെയും ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര ഇരിപ്പുണ്ട്? 25,900 ഇരിപ്പുണ്ട്. നമ്മൾ 11,100 നമ്മൾ യൂസ് ചെയ്തുള്ളൂ. മൊത്തം 37,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതിൽ 25,900 രൂപയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതും നമ്മൾ എന്തായിട്ട് കാണിക്കേണ്ടതാണ്? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഇത് രണ്ടും, സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയലും സ്റ്റോക്ക് ഓഫ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയും. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് 6,00,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നടത്തിയിട്ടുണ്ട്. കണ്ടോ, ഇതെന്ന് പറയുന്നതും അസറ്റാണ്. പിന്നെ പ്ലേ ഗ്രൗണ്ട് 5,00,000 രൂപയുടെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത് അസറ്റാണല്ലോ. അപ്പോൾ അതും ഇവിടെ കിടപ്പുണ്ട്. പ്ലേ ഗ്രൗണ്ട് 5,00,000 രൂപയുടെ പ്ലേ ഗ്രൗണ്ട്. അതെ ഓപ്പണിങ്ങിൽ കിടക്കുന്നുണ്ടോ? ഓപ്പണിങ്ങിലുള്ള പ്ലേ ഗ്രൗണ്ട് അതിപ്പോഴും നമുക്ക് ക്ലോസിങ്ങിലും ഉണ്ട് അല്ലേ. എല്ലാ വർഷം നമുക്കത് ക്ലബ് ഉള്ളിടത്തോളം നാളെ നമുക്ക് ആ പ്ലേ ഗ്രൗണ്ട് അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതെന്ന് പറയുന്നതും അസറ്റായിട്ട് കാണിക്കേണ്ടതാണ്. അതുകൊണ്ട് അതിവിടെ ഓപ്പണിങ്ങിലെ ലിസ്റ്റ് ഓഫ് അസറ്റിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതെടുക്കാനായിട്ട് വിട്ടുപോകരുത്. അപ്പോൾ അത്രയും അസറ്റുകളും. ഇനി ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ ഫണ്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 6,26,000. അതിൻ്റെ കൂടെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്നും സർപ്ലസ് കണ്ടുപിടിച്ച 52,400. സർപ്ലസ് ആയതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? അത് ആഡ് ചെയ്യുന്നു. അത് ആഡ് ചെയ്യുമ്പോൾ 6,78,400 കിട്ടും. അതിൻ്റെ കൂടെ ഇവിടെ ക്യാപിറ്റലൈസ് ചെയ്യുന്ന മറ്റ് ഐറ്റം എന്ന് പറയുന്നത് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ഉണ്ട്. അതും 20,000 അതും അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് കോളത്തിൽ എഴുതുന്നു. പിന്നെയുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് അവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പവിലിയൻ ഫണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഡൊണേഷൻ ആൻഡ് സർപ്ലസ് ഓൺ അക്കൗണ്ട് ഓഫ് ടൂർണമെന്റ് ആർ ടു ബി കെപ്റ്റ് ഇൻ റിസർവ് ഫോർ എ പെർമനന്റ് പവിലിയൻ. നമുക്ക് കിട്ടിയിട്ടുള്ള ഡൊണേഷനും ടൂർണമെന്റിന്റെ സർപ്ലസ് എമൗണ്ടും അത് രണ്ടും പവിലിയന് വേണ്ടിയിട്ട് ഉള്ള റിസർവായിട്ട് കീപ്പ് ചെയ്യാനാണ്. അപ്പോൾ റിസർവ് ഫോർ പവിലിയൻ എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. നമുക്ക് ആ പവിലിയൻ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വരെ അത് നമ്മുടെ ബാധ്യതയായിട്ട് തുടരേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ്? ഒന്ന് ഡൊണേഷനാണ്. അപ്പോൾ ഇവിടെ ഡൊണേഷൻ എന്ന് പറയുമ്പോൾ ഡൊണേഷൻ്റെ എമൗണ്ട് എത്രയാണ്? 6 lakh ആണ്. ഉണ്ടോ ഇവിടെ ചോദ്യത്തിനകത്ത് ഡൊണേഷൻ ഫോർ ടൂർണമെൻറ്റ് 6 lakh ആണ്. അപ്പോൾ ആ 6 lakh. പിന്നെ ഇവിടെ സർപ്ലസ് ഓൺ അക്കൗണ്ട് ഓഫ് ടൂർണമെന്റ് നടത്തി മിച്ചമുള്ള ഫണ്ടുണ്ടെങ്കിൽ സർപ്ലസ് ഓൺ അക്കൗണ്ട് ഓഫ് ടൂർണമെന്റ്. ഇപ്പോൾ ഇവിടെ ടൂർണമെന്റിന്റെ എക്സ്പെൻസ് പറയുന്നുണ്ട്, ടൂർണമെന്റിന് വേണ്ടി കിട്ടിയ എമൗണ്ട് എത്രയാണെന്ന് പറയുന്നുണ്ട്. അത് കിഴിച്ചിട്ട് അതിൽ സർപ്ലസ് ഉണ്ടെങ്കിൽ അതും കൂടി ഈ റിസർവിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നോക്കാം, ഇവിടെ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ കുറിച്ചിട്ടിരിക്കുന്നത്. നോക്കിക്കേ, സബ്സ്ക്രിപ്ഷൻ ഫോർ ടൂർണമെന്റ് റിസീവ്ഡ്. ടൂർണമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര മൊത്തം കിട്ടിയിട്ടുണ്ടെന്ന് നോക്കിക്കേ. ചോദ്യത്തിനകത്ത് നോക്കിക്കേ, സബ്സ്ക്രിപ്ഷൻ ഫോർ ടൂർണമെന്റ് എത്രയാണ്? 60,000 രൂപ കിട്ടിയിട്ടുണ്ട്. 60,000 കിട്ടിയിട്ടുണ്ട്. അതേ ടൂർണമെന്റിന് ചെലവാക്കിയത് എത്രയാണ്? 40,000. കണ്ടോ, ടൂർണമെന്റിന് വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷൻ കിട്ടിയ എമൗണ്ട് 60,000. എത്ര രൂപ ചെലവായി? ടൂർണമെന്റിന് 40,000 രൂപ ചെലവായി.
അതിൻ്റെ അർത്ഥം ടൂർണമെൻറ്റിൻ്റെ ബാക്കി എത്ര രൂപ മിച്ചം ഇരിപ്പുണ്ട്? 20,000 രൂപ മിച്ചം ഇരിപ്പുണ്ടെന്നല്ലേ? അതായത് സർപ്ലസ് ഇരിപ്പില്ലേ? അതാണ് ഡൊണേഷൻ നമ്മൾ ഈ പവിലിയൻ ഫണ്ടിലേക്ക് മാറ്റുന്നത്. അപ്പോൾ സർപ്ലസ് ഫ്രം ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 20,000 ആണ്. അപ്പോൾ അതും ഈ 20,000 പ്ലസ് ഡൊണേഷൻ ഫോർ ടൂർണമെൻ്റ് ആയ 6 lakh, അത് രണ്ടും കൂടി നമ്മൾ പവിലിയൻ ഫണ്ടിലേക്ക് മാറ്റിയിരിക്കുന്നതാണ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ 6,20,000 വരും. അപ്പോൾ എല്ലാ ഐറ്റവും എഴുതി ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് ടാലിയായി കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ വിക്ടേഴ്സ് ചാനലിലും ഈ സെയിം ഇല്ലസ്ട്രേഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ഭംഗിയായി ചെയ്യാൻ പഠിച്ചാൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഏതാണ്ട് 3/4 ഭാഗവും പഠിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.